പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്നൊരു വ്ളോഗ് ചെയ്യാൻ പോവാണ്. നമ്മൾ പോണത് ഈ സ്നേഹതീരല്ലേ, മറ്റേ വാടാനപ്പള്ളി താഴെക്കുളത്തേക്കുള്ള ഒരു ബീച്ച് കാണാനാണ് പോണത്. അത് പോണത് നമ്മൾ ഉച്ചരിഞ്ഞാണ് പോണത്. അതിന് മുമ്പ് അല്പം പണികളുണ്ട്. ക്രാവിന് സ്കൂളിൽ നിന്ന് കൊണ്ടുവരണം. അവൻ്റെ പരീക്ഷ കഴിഞ്ഞ് അപ്പോൾ സ്കൂളിൽ നിന്ന് കൊണ്ട് നേരെ മുടിവെട്ട് കടയിലേക്കാണ് പോണത്. മുടിവെട്ട് കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു മുടിവെട്ട് കടയില്ലാട്ടാ, ഒരു ബ്യൂട്ടി പാർലറാണ്. നമ്മുടെ കുരിയിച്ചറ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കൂട്ടുകാരൻ്റെ എല്ലാവർക്കും ആധുനിക സജ്ജീകരണങ്ങളുള്ള ഒരു ഗംഭീരമായ ബ്യൂട്ടി പാർലറാണ്. മുടി വെട്ടി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഞാനും സരിതയും ക്രാവും കൂടിയിട്ട് നിങ്ങളുടെ ഒപ്പം സ്നേഹതീരത്തേക്ക് ഒരു യാത്ര. ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്കിന്ന് വെള്ളിയാഴ്ച പോകാൻ പറ്റുന്നില്ല. അപ്പം യാത്ര ഞായറാഴ്ചയിലേക്ക് നേരെ അങ്ങോട്ട് പോകണു കേട്ടോ. നമ്മള് യാത്ര ആരംഭിക്കുകയാണ്. വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോട്ടാ, തൃശ്ശൂർ എത്തണം. തൃശ്ശൂർ എത്തിക്കഴിഞ്ഞിട്ട് വഴി കാണിക്കാം. തൃശ്ശൂരോട്ടുള്ള വഴിയാണ് നമുക്ക് കാണിക്കുന്നത്. കാരണം ബാക്കിയുള്ള ആളുകൾക്ക് ബാക്കിയുള്ള വഴി ഒല്ലൂർ എന്നുള്ള വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. ഒല്ലൂര് അറിയപ്പെടുന്നത് ഇപ്പോൾ മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളിലാണ് മെയിനായിട്ട് ഒല്ലൂര് അറിയുന്നത്. ഒന്ന് നമ്മുടെ ബൈദിരത്നം ആയുർവേദ കോളേജില്ലേ, ആയുർവേദം, അത് ഒന്ന്. പിന്നെ രണ്ടാമത് ഇപ്പോൾ ഏഷ്യയിലത്തെ ഏറ്റവും വലിയ മൃഗശാല ഒല്ലൂര് ആണ് പണിയുന്നത്. പിന്നെ ഒല്ലൂര് പുത്തൂര്. പിന്നെ അറിയുന്നത് തന്നെ നമ്മള് അജു. പിന്നെ മൂന്നാമത്തിന് നമ്മള് ഒല്ലൂര്. ജോഗന്റെ മുടിയണ്ട മുടി കാണിച്ചു വെച്ചോണ്ട് നോക്കിയേ. മുടി വെട്ടാൻ പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല. കളർ എന്ന് പറഞ്ഞില്ലല്ലോ എന്നോട്. വെട്ടിയാ മാത്രം മതിയായിരുന്നു. ഏത് സ്റ്റൈലിൽ വേണമെങ്കിൽ വെട്ടിക്കോട്ടെ, എനിക്ക് അതിന് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഈ കളറേ അതൊരു വൃത്തികെട്ട കളറ്. കളറാക്കണം പറഞ്ഞോണ്ടല്ലേ. നോക്കിയേ, KSRTC സ്റ്റാൻഡ് ബസ്സുകൾ കിടക്കുന്നു. നമ്മൾ നേരെ പോണു. ലെഫ്റ്റ് സൈഡില് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ. ലെഫ്റ്റ് തിരിഞ്ഞു, റൈറ്റിലേക്ക് തൃശ്ശൂർ റൗണ്ടിലേക്ക് ചെട്ടിങ്ങാടി. അറിയാലോ ചെട്ടിങ്ങാടി. നമ്മള് പടിഞ്ഞാറക്കോട്ട എത്താറായി തുടങ്ങി. പണ്ട് വാടാനപ്പള്ളിക്ക് സൈക്കിൾ ഓടി പോയിട്ടുണ്ട്. ഒരു 10-15 വയസ്സുണ്ടാവും ആ സമയത്ത്. എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടെ? തൃശ്ശൂരിന്ന് 16 കിലോമീറ്റർ. തൃശ്ശൂരിന്ന് 16 കിലോമീറ്റർ. അപ്പൊ ഒല്ലൂരിന്ന് 21 കിലോമീറ്റർ. അതൊരു ദൂരം ചേട്ടൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നോട് മുന്നേ. നമ്മൾ മറന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഓർമ്മ വന്നത്. ഇപ്പൊ വാടാനപ്പള്ളിക്ക് പോകുമ്പോ ഓർമ്മ വരുന്നു. ആരുടെ കൂടെ പോയി? അന്ന് വേറെ ആരൊക്കെയാണ്, സജി ദേവിക്കുന്നുണ്ട്, ഓർമ്മയൊന്നുമില്ല. അത് സൈക്കിൾ ഓടി പോന്ന് പറഞ്ഞാൽ അന്ന് വണ്ടികളൊന്നും ഇല്ല. സുഖമായിട്ട് നമുക്ക് അന്ന് വണ്ടികളൊന്നുമില്ല ചേട്ടന് ചെറുപ്പകാലത്ത്. അന്ന് സൈക്കിള്, പിന്നെ കാളവണ്ടി, വേറെ വണ്ടികളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. സമയത്ത് കാളവണ്ടി യുഗാണല്ലോ. നമ്മൾ ജനിച്ച ടൈമിലേ കല്ലുകൾ കൂട്ടി വരച്ചിട്ടാണ് തീ കണ്ടെത്തി പോണത്. അങ്ങനത്തെ കാലഘട്ടമായിരുന്നു ഞാൻ ജനിച്ചത്. ഇവളുടെ സരിത എപ്പോഴും പറയും, എൻ്റെ അച്ഛനും അമ്മയും അവരുടെ പഴയ ചെറുപ്പകാലം പറയുമ്പോ ഞാൻ പറയണ അതേ കാലഘട്ടം തന്നെയാ പറയണത്. ഞാൻ കല്യാണം കഴിയുന്നതിന് മുന്നേ ഇങ്ങനെ അമ്മയൊക്കെ എപ്പോഴും പണ്ടത്തെ കഥകൾ പറയും. അവരുടെ ചെറുപ്പകാലത്തെ കാര്യങ്ങള്, ദാരിദ്ര്യം,
അങ്ങനത്തെ ഓരോ കഥകൾ പറയും. കല്യാണം കഴിഞ്ഞ് വന്നപ്പോ അതേപോലത്തെ കഥകൾ തന്നെ ചേട്ടനും പറയണു. അപ്പൊ അവര് അച്ഛന്റെ അമ്മേനെ അതേ കാലഘട്ടം തന്നെയാണ് ചേട്ടന്റെ കാലഘട്ടം. പ്രായം ഒരേപോലെയാണ്. മനസ്സിലായില്ലോ. ദാരിദ്ര്യത്തിന്റെ കഥ എല്ലാ കാലഘട്ടത്തിലെ കാലത്തും ഒന്ന് തന്നെയാണ്. അത് അല്ലാണ്ട് വേറൊന്നല്ല. ചേറ്റുപുഴ എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിട്ടത്. ചേറ്റുപുഴയിലത്തെ റൈറ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഇവിടെ എന്റെ ഒരു അമ്മയുടെ വീടുണ്ട് ചേറ്റുപുഴ. എന്റെ ഏറ്റവും മൂത്ത അമ്മയുടെ വീട്, അച്ഛന്റെ ഏറ്റവും മൂത്ത ചേച്ചി വലിയമ്മയുടെ വീട്. അമ്മ ഇപ്പൊ അവിടെ ഉണ്ടാവും, ആ വീട്ടിലുണ്ടാവും. കപ്പലപ്പള്ളി ഉണ്ടോ റൈറ്റിലുള്ളത്? നമ്മള് കാണിച്ചിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആളുകൾ കാണാത്തവരുണ്ടാവില്ല. കപ്പലപ്പള്ളി ഫേമസ് പള്ളി. എവിടെ എത്തിപ്പോ നമ്മള്? ഇതിന് വേറെ സ്ഥലത്തിന്റെ പേര് റോഡിയോടെ പോണു അത്ര തന്നെ. അല്ലാണ്ട് ഈ സ്ഥലത്തിന്റെ പേരെന്തിട്ടാന്ന് ചോദിച്ചേ? ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് പേരുന്നത് കപ്പലപ്പള്ളി കഴിഞ്ഞിട്ട് കുറച്ച് ഞാനിങ്ങനെറിയോ വല്ലയിടത്ത് പോകുമ്പോ ഇങ്ങനത്തെ ഓരോ ജംഗ്ഷൻ എത്തുമ്പോ ഇങ്ങനെ ഇവിടെ ബോർഡുകൾ നോക്കും. അല്ലാണ്ടൊന്നും എനിക്കറിയില്ല ഓരോ സ്ഥലങ്ങള്. എനിക്ക് അത്ഭുതം തോന്നുന്നു ചേട്ടൻ ഇത് എങ്ങനെയാ വഴികൾ അറിയണേ. എല്ലാ വഴി 6-ാം കല്ല് എഴുതിച്ചിട്ടുണ്ട് ചേട്ടാ. അത് 6-ാം കല്ല് എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് ചിലപ്പോ ഓളരിന്ന് 6 കിലോമീറ്റർ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള 6 കിലോമീറ്റർ വാടനപ്പള്ളിന്ന് 6 കിലോമീറ്റർ ആവും. 6-ാം കല്ല് കുറെ സ്ഥലങ്ങളുണ്ട്. മണ്ണുത്തിലുണ്ട് 6-ാം കല്ല്, നമ്മുടെ ആനക്കല്ല് 6-ാം കല്ലുണ്ട്, കുറെ സ്ഥലങ്ങളിൽ 6-ാം കല്ല് എന്ന് പറഞ്ഞു. ശങ്കടവ് കനവലി കനാലയത്തിലാണ് മറ്റേ ഈ വെള്ളംകളിക്ക് നടക്കുന്നത്. നമ്മള് വാടാനപ്പള്ളിന്ന് ലെഫ്റ്റ് തിരിയിട്ടാ. തളിക്കുളം. പണ്ടേ തളിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് നമ്മൾ കുഞ്ഞിതായിരിക്കുമ്പോ കേട്ടിട്ടില്ല. അപ്പൊ തൃശ്ശൂർ രാഗം 70mm തിയേറ്റർ അതറിയാം തൃശ്ശൂര്. അപ്പൊ തളിക്കുളത്ത് ഒരു തിയേറ്റർ തളിക്കുളം കാർത്തിക എന്ന് പറഞ്ഞിട്ട് 70mm തിയേറ്റർ, അത് തളിക്കുളത്ത്. അങ്ങനെ തളിക്കുളത്തിന്റെ പേര് തളിക്കുളം കാർത്തിക എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിന്റെ ഇതിലൂടെയാണ് തളിക്കുളം എന്ന് പറഞ്ഞ പേര് ആളുകൾക്ക് എത്തിപ്പെട്ടത്. സ്നേഹതീരം ബീച്ചിലേക്ക് 3 കിലോമീറ്റർ ഉണ്ടാ ഉള്ളത്. നമ്മൾ അല്പം കഴിഞ്ഞിട്ട് റൈറ്റ് തിരിയും. സ്നേഹതീരത്തിലേക്കുള്ള വഴി. നമ്മൾ എത്തി. നമ്മുടെ സ്നേഹതീരം. കടല് ഇവിടെയൊക്കെ വണ്ടികൾ. നിങ്ങൾക്കല്ലേ കടലിലെ കുളിക്കണെന്ന് പറഞ്ഞത്? ഏത് ഭയങ്കര സ്ഥലം. കഴിഞ്ഞിട്ട് ആളുകൾ ഭയങ്കര അകലിക്ക് പോണ്ടേ. ഇപ്പൊ എനിക്ക് ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങണ്ടേ? ഇവിടെ വരാൻ പറ്റിയ സ്ഥലമാട്ടാ. ഞാൻ ഇത്രക്ക് വെക്കേഷനായിട്ടില്ലല്ലോ, ജഗ്ഗുന്റെ സ്കൂള് നേരത്തെ കൂട്ടി. അപ്പോ തിരക്ക് തീരുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പറയുമ്പോഴോ 10,000-2,500 പേരുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഈ സമയത്ത്. ഉച്ചരിഞ്ഞപ്പോ സമയം 5:45 നേരത്ത് ഇത്രയ്ക്കധികം പേരുണ്ട്. ഇവിടെ കണ്ടമാനം ആളുകളുണ്ട. വെറുതെ ഈ കടൽ തീരത്ത് ഇങ്ങനെ കിടന്ന് നടക്കാം. രസമുണ്ട് കേട്ടോ, നല്ലൊരു രസമായിട്ട് സ്ഥലം. കടലിന്റെ തീരത്തോട് ചേർന്നിട്ട് കണ്ട ഇങ്ങനെ കല്ലുകളൊക്കെ അടക്കി അതിന്റെ അപ്പുറത്ത് ഒരു പാർക്ക് എന്തോണ്ട്. നമുക്ക് അവിടേക്ക് പോയി നോക്കാം. നീളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ശരിക്ക് ഇതിലേക്കുള്ള കവാടമാണ് അത് ഈ കാണുന്നത്. ഇവിടെ കണ്ട 2-3 കൽമണ്ഡപങ്ങളൊക്കെ ഉണ്ട്.
ഇവിടെ പാർക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ ആ പാർക്കിന്റെ ഉള്ളിലിരിക്കുന്ന കിടക്കണത്. അതിനെത്ര ഫീസ് നോക്കാം. പാർക്കിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ. പാർക്കിൽ കിടക്കണത്തിന് ഇതേ മീനുകളുണ്ടാ. ആഫ്രിക്കൻ മുഷത് ഇതേ പമ്പ സാധനങ്ങളുണ്ടാ. മീനുകളുടെ ഒരു ഇതുണ്ട് ചുറ്റും. അതിൽ ചാടണ്ട കേട്ടാ. പാർക്കിന്റെ ഉള്ളിലേ ചുറ്റുമായിട്ട് നോക്കിയാ വലിയ മീനുകൾ നോക്കിയാ. ആമ്പോ ഒരു ഭീകരൻ. ചെറിയ ചെറിയ ഊഞ്ഞാലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഊഞ്ഞാലാടാൻ താല്പര്യമില്ല. നമ്മളെ വീട്ടില് ഫ്രണ്ടിലും ബാക്കിലും എല്ലായിടത്തും ഊഞ്ഞാലുകളുള്ള ഊഞ്ഞാല് കാണുമ്പോ അവന് പ്രത്യേകിച്ച് നീ വേണ്ടേ? അവനൊഴുകും വേണ്ട. അവനെ കടലിൽ ഇറങ്ങണം. അതിനാണ് കടലിൽ കണ്ടിട്ട് അവന് കൊതിയായിട്ട് പാടില്ല. ഇതാണ് ഈ കുഞ്ഞ പാർക്കിന്റെ ആകെയുള്ള ഒരു വീക്ഷണം. അത്യാവശ്യം ഒരു ചെറിയ പാർക്ക്. ഇതിന്റെ അപ്പുറത്ത് കടൽ കാണാം കണ്ട. പാർക്കിന്റെ തൊട്ടടുത്ത് കരിങ്കല്ലുകൾ എങ്ങനെ അട്ടിയിട്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട. കടലിലേക്ക് നോക്കിയിരിക്കാനാ. സൂര്യൻ എവിടെയാ നോക്കാൻ. കടലിൽ കൂട്ടാ. ഇപ്പൊ ഭയങ്കര ആഗ്രഹമായിരുന്നു സൂര്യ കടലിൽ പോണത്. കണ്ടിട്ടില്ലേ? കടൽ തീരം കാണുമ്പോ ചേട്ടന് ഓരോന്ന് കാണുമ്പോ ഓരോ കഥകൾ ഓർമ്മ വരുന്നു പണ്ടത്തെ. എനിക്കതുപോലെ കടൽ തീരം കാണുമ്പോൾ ഓർമ്മ വരുന്ന ഒരു കഥയുണ്ട്. അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടൊരു 2 കൊല്ലം 3 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഉണ്ണി ജഗ്ഗുണ്ടായിട്ടില്ലേ? ആ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന്, അതായത് എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു വിധി, കല്യാണത്തിന് മുന്നത്തെ കൊല്ലം വരെ ചേട്ടൻ എല്ലാ കൊല്ലം ടൂർ പോയിട്ടുണ്ടായിരുന്നു. എല്ലാ ഓണത്തിനും ടൂർ പോയി. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ ടൂറിന് പോവാന്ന് കേൾക്കണത് തന്നെ ഛർദ്ദിക്കാൻ വരും. ചേട്ടൻ ഓക്കാനും വരും ടൂറിന് കേൾക്കുമ്പോൾ. തീരെ ഇഷ്ടമില്ല പിന്നെ ടൂർ പോയി. എന്നെയും കൊണ്ട് പോകണ്ട. അതുകൊണ്ടായിരിക്കും. വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലേ പോകണേ, അടിച്ചു പൊളിച്ച് പോവല്ലേ. അതുകൊണ്ട് അപ്പോൾ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇനി കല്യാണത്തിന് മുന്നേ എൻ്റെ വീട്ടിലത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 6 മാസം അങ്ങ് ഉള്ളപ്പോൾ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അച്ഛനമ്മ എന്നെയും കൊണ്ട് മലമ്പുഴ കാണാനായിട്ട്. എനിക്ക് 6 മാസം ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോയിട്ടില്ല. അതേസമയം എൻ്റെ കല്യാണം കഴിഞ്ഞ് പിന്നത്തെ കൊല്ലം തൊട്ട് അവർ പോകാൻ തുടങ്ങി. അത് അയലക്കത്തുള്ളവർ ബന്ധുക്കൾ ഒക്കെ ആയിട്ട് അങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ വണ്ടി വിളിച്ച് ഇങ്ങനെ എല്ലാവരും കാശൊക്കെ ഷെയർ ചെയ്തിട്ട് അങ്ങനെ അവർ പോകുമ്പോൾ അങ്ങനെ എൻ്റെ കല്യാണം 2ാമത്തെ കൊല്ലം അങ്ങനെയാണെന്ന് തോന്നുന്നു. അവർ തിരുവനന്തപുരം കോവളാണ് പോകുന്നത്. അപ്പോൾ 3 സീറ്റ് ഒഴിവുണ്ട്. അത് ഞങ്ങളോടുണ്ടോ എന്ന് ചോദിച്ചു. ട്രാവലറിൽ. അപ്പോൾ തിരുവനന്തപുരം ചേട്ടന് ഒട്ടും താല്പര്യമില്ല. ചേട്ടാ അത്രയ്ക്കധികം പ്രാവശ്യം തിരുവനന്തപുരത്തിൽ പോയിട്ടുണ്ട്. കോവളം, കന്യാകുമാരി അത് പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് പോകാനുള്ള ആഗ്രഹം കാരണം ഞാനും ചേട്ടനും പിന്നെ ഇവിടുന്ന് അമ്മയും ചേട്ടൻ്റെ അമ്മ അങ്ങനെ ഞങ്ങൾ 3 പേര് കൂടി ഇവിടുന്ന് അവിടെ നിന്ന് അച്ഛനമ്മയുണ്ട്, എൻ്റെ അനിയനുണ്ട്, പിന്നെ അതിലൊക്കെയുള്ള കുടുംബങ്ങളുണ്ട്, അവരുടെ ബന്ധുക്കൾ, അങ്ങനെയൊക്കെ ആയിട്ടൊരു പ്രായമുള്ള ആൾക്കാർ തൊട്ട് ചെറിയ ഉണ്ണി, നമ്മുടെ അമ്പിയേച്ചിയുടെ ഒരു അനിയൻ്റെ ഉണ്ണിയങ്ങളുണ്ട്, ഒരു കുഞ്ഞുണ്ണി 6 മാസമുള്ള ഉണ്ണി വരക്കി ഉള്ളവരുണ്ട്. ഒരു 65 വയസ്സിന് പ്രായം തൊട്ടുള്ള എല്ലാ പ്രായക്കാരും ഉണ്ട്. അമ്മേൻ്റെ അപ്പോൾ അമ്മേനെ പറഞ്ഞു. അപ്പോൾ പിന്നെ ചെറുപ്പം പിള്ളേർ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. പോണം ഒരു സെറ്റ് ആൾക്കാർ പോകണം. അങ്ങനെ പോയി ഞങ്ങൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ബഡ്ജറ്റൊന്നും ഇല്ലാത്ത ടൂറാണ്. അതായത് അവിടെ പോയി റൂം എടുത്ത് താമസിച്ച് അങ്ങനത്തെ ഒന്നും സെറ്റപ്പ് ഒന്നുമില്ല. രാത്രി ഇവിടുന്ന് യാത്ര ചെയ്യുന്നു, നേരം എടുക്കുമ്പോൾ അവിടെ എത്തി ഫ്രഷ് ആവാൻ വേണ്ടി മാത്രമായിട്ടൊരു റൂം എടുത്ത് ഫ്രഷായി
സ്ഥലങ്ങൾ കണ്ടു. രാത്രിയാവുമ്പോൾ തിരിച്ചു പോരാ, നേരെ വെളുക്കുമ്പോൾ വീടെന്താന്നുള്ളതിൽ. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പം ചേട്ടനാണെങ്കിൽ രാത്രി യാത്ര ചെയ്യുവാൻ തീരെ ഇഷ്ടമില്ല. അപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവറുടെ സീറ്റിൽ തൊട്ടപ്പുറത്തെ സീറ്റിലിരിക്കുള്ളൂ. ഡ്രൈവർ ഉറങ്ങി പോകാണ്ട് നോക്കണമല്ലോ, അതിന് വേണ്ടി ആളോട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങളിവിടുന്ന് പോയി. അവിടെ ചെന്ന് ആദ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ അവിടെ നിന്ന് പിന്നെ എവിടേക്ക് പോയി, സൂവിലേക്ക് പോയി. അവിടുത്തെ മൃഗശാലയിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടേക്ക് പോകണ്ടേ, ഡ്രൈവർ ചോദിച്ചിട്ട് എവിടെ പോകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞു കനകക്കുന്ന് കൊട്ടാരെന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞു കനകക്കുന്ന് കൊട്ടാര, അവിടെ തേങ്ങയില്ലേ കാണാൻ. അപ്പം പിന്നെ എല്ലാവരും അത് കേട്ടപ്പോൾ ചേട്ടൻ കുറേ വട്ടം പോയിട്ടുള്ള ആളാണ്. ചേട്ടൻ്റെ അത്രയ്ക്ക് അറിവായിരിക്കില്ലല്ലോ കേട്ടിട്ട് എല്ലാവരും. അങ്ങനെ വെച്ചാൽ അവിടെ ഒന്നും കാണാനേ, പിന്നെ ഇതിനങ്ങോട്ട് പോയിട്ട് സമയം കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഏതൊരു ബീച്ച് കൊച്ചുവേളി അങ്ങോട്ട് പോയി കടപ്പുറം. അവിടെ ചെന്ന് ഇറങ്ങി. ചേട്ടൻ ഡ്രൈവറുടെ തൊട്ടടുത്തുള്ള സീറ്റിലല്ല, അപ്പോൾ ചേട്ടൻ ആദ്യം തന്നെ ഇറങ്ങുമല്ലോ. ആദ്യം ഇറങ്ങി പിന്നെ ആ ഡ്രൈവർ ഇറങ്ങി വന്ന് ആ സീറ്റൊക്കെ മടക്കി വെച്ച് തന്നിട്ട് വേണം ഞങ്ങൾക്കൊക്കെ ഇറങ്ങാൻ. അപ്പോൾ ചേട്ടൻ ആദ്യം ഇറങ്ങി തന്നെ അവിടേക്ക് ഒന്ന് റൗണ്ട് അടിച്ച് കറങ്ങി നടന്നു. എന്നിട്ട് ഇതിലുള്ളവരൊക്കെ വയസ്സായവരൊക്കെ ആണെങ്കിൽ എല്ലാവരാണെങ്കിൽ പിന്നെ വണ്ടിയിൽ കയറുമ്പോൾ ചെരുപ്പൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് എറിഞ്ഞ് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വണ്ടി നിർത്തിയതിന് ശേഷം ഈ വയസ്സായവരല്ല ചെരുപ്പൊക്കെ അടിയെ പോയി തപ്പി പറക്കി അവിടെ നിന്ന് എടുത്ത് വന്ന് ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങി ഒക്കെ എല്ലാവരും തണ്ടലൊക്കെ ഒന്ന് നിവർത്തി ഒക്കെ ഒന്ന് വരുമ്പോഴത്തേക്കും ചേട്ടൻ റൗണ്ട് അടിച്ചെത്തും. എന്നിട്ട് ഇവിടെ എല്ലാവരും ഇറങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ ചേട്ടാ അവരോട് നിങ്ങളിവിടെ നിൽക്കാൻ പോവാ, നിങ്ങൾക്ക് തിരുവനന്തപുരത്തുള്ള സ്ഥലങ്ങളൊന്നും കാണണ്ടേ, ഇനി എന്തോരം സ്ഥലങ്ങളെ കാണാൻ കിടക്കണേന്ന് അറിയോ, ഒക്കെ കയറി വണ്ടിയിൽ എല്ലാവരും ആട്ടിത്തെളിച്ച് വണ്ടിയിൽ തന്നെ കയറ്റും. അപ്പം എല്ലാവരും കടപ്പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളോ, എല്ലാവരും വണ്ടിയിലേക്ക് തന്നെ തിരിച്ച് വയസ്സായവരൊക്കെ തിരിച്ചു കയറും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞ ശംഖുമുഖം കടപ്പുറത്ത് പിന്നെ ഇറങ്ങി. അപ്പം അങ്ങ് പോയി. അത് അവിടെ തന്നെ സ്ഥിതി. അവിടെയും തന്നെ ഇതുപോലെ ചേട്ടൻ ആദ്യം ഇറങ്ങി. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി പതുക്കെ തപ്പി പിടിച്ച് ഇറങ്ങി വരുമ്പോഴേക്കും ചേട്ടൻ നിങ്ങളൊക്കെ കൂടി ഇരിക്കാൻ പോവാ, നിങ്ങൾക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും കാണണ്ടേ, നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ ഇരുന്നാൽ മതിയായിരുന്നില്ലേ, എന്തിനീ വണ്ടി വിളിച്ച് തിരുവനന്തപുരം വരെ വന്നേ, നിങ്ങൾക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും കാണണ്ടേ, എന്തോരം സ്ഥലങ്ങൾ ഇവിടെ ഇനി കാണാൻ കിടക്കണമെന്നറിയോ, ഒക്കെ കയറുന്നുണ്ട് എല്ലാവരും വീണ്ടും ഉള്ളിക്കന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു പിന്നെ ഒരാൾ കടലിലേക്ക് ഇറങ്ങാൻ ഒന്നിനും പറ്റിയില്ല കേട്ടോ, ഒന്നും കാണാനും പറ്റില്ല, എല്ലാവരും ഉള്ളിക്കന്നെ കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ കോവളം എന്ന് പറഞ്ഞാൽ കോവളത്ത് പക്ഷെ ചേട്ടൻ്റെ വിദ്യ നടപ്പിലായില്ല. കാരണം ആൺപിള്ളേരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ മാറാനുള്ള ഡ്രസ്സ് ബർമൂടെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ അവിടെ എത്തിയപ്പോഴേക്കും അതൊക്കെ മാറി ഊട്ടി കടലിലേക്ക് എല്ലാവരും ഇറങ്ങി. പിന്നെ കടലിൽ ഭയങ്കര കളി. എന്നെ കടലിലേക്ക് ഇട്ട് ഇറങ്ങാൻ ചേട്ടൻ സമ്മതിക്കൂല, കാല് നനയും ചെരുപ്പ് നനയും എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വണ്ടിയിൽ ചെരുപ്പിട്ടിരിക്കുമ്പോൾ അല്ല ഈ നനഞ്ഞ ചേട്ടൻ്റെ അടുത്തല്ല ഞാൻ ഇരിക്കുന്നത്, ഡ്രൈവറുടെ അടുത്തിരിക്കുന്നത്. നമ്മളിത്തിരി വൃത്തിയിലായിക്കോട്ടെ വെച്ചിട്ടുണ്ടേ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പണ്ടേ കടലിൻ്റെ അവിടേക്ക് ഇറക്കില്ല എന്നെ, എൻ്റെ ചോദ്യം നാളാ. അപ്പോൾ കടലമ്മ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് കടല് ചേട്ടനത് അറിയില്ല കേട്ടാ. അതറിഞ്ഞ് എന്നെ പരമാവധി പ്രോത്സാഹിപ്പിച്ച് വിട്ടേനെ ചിലപ്പോൾ. ആ സമയത്ത് അത് അറിയണ്ടായിരുന്നില്ല എന്നുകൊണ്ട്. അല്ലേ അറിയില്ലല്ലോ. അല്ല എനിക്കറിയില്ലേ കടലില് ഇന്ന ആൾക്കാർക്ക് കടല് പോകാൻ പാടില്ല, അങ്ങനെ പറയട്ടെ. എന്നെ കടല് കാണാനൊക്കെ പോവാണെങ്കിൽ തന്നെ എന്നെ ഇറക്കുമായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കോവളം കണ്ട് വീട്ടിൽ പോന്നു, കുടിച്ചു പോന്നു. വീട്ടിൽ പോകുന്നതിന് ശേഷമാണ് അമ്മ പറയാം, പിറ്റേ ദിവസം അമ്മ പറയാം, എൻ്റെ അമ്മ നല്ല കരുതേ നമ്മളിപ്പോൾ എന്തിനാ തിരുവനന്തപുരത്തേക്ക് പോയി, കുറേ കടപ്പുറങ്ങൾ കണ്ടു. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം വരെ പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ വാടാനപ്പള്ളിയിലാ ചാവക്കാടൊക്കെ പോയാൽ ഇതെന്ന് കാണാൻ തന്നെ ഈ കടപ്പുറം അവിടെ വരെ പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന. അന്ന് മര്യാദയ്ക്ക് ചൂവിന് വല്ലതും കാണാൻ പറ്റിയ അതുമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛന് വർക്ക്ഷോപ്പാണ്. അപ്പോൾ വർക്ക്ഷോപ്പിൽ ഈ പണികൊണ്ടൊക്കെ ചേട്ടന്മാരുണ്ട്. അപ്പോൾ 2 ദിവസമൊക്കെ വർക്ക്ഷോപ്പ് മുടക്കായിരുന്നല്ലോ പോക്ക് പ്രമാണിച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടന്മാർ ഈ പണികൊണ്ടവർ പറയും അച്ഛനോട്, എങ്ങനെയായിരുന്നു രക്ഷപ്പെട്ടാ ടൂറ്, അടിപൊളിയില്ലേ, അടിച്ചു പൊളിച്ചില്ലേ? പക്ഷേ സൂപ്പറായിരുന്നു. അപ്പോൾ അവർ ഒരാൾ ചോദിച്ചു കനകക്കുന്ന് കൊട്ടാരം കണ്ടില്ലേ ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറയും അങ്ങ് പോയില്ലേ എന്ന്. അതെന്തിട്ട് പണി രക്ഷപ്പെട്ടാ, തിരുവനന്തപുരം വരെ പോയിട്ട് കനകക്കുന്ന് കൊട്ടാരത്തിലേക്ക് പോയില്ല, അവിടെ എല്ലാം കാണേണ്ട സ്ഥലമല്ല അത്, അപ്പം എന്താ അങ്ങോട്ട് പോവാഞ്ഞ്, നഷ്ടമായില്ലേ അവിടേക്ക് പോവാഞ്ഞത്. അപ്പം അച്ഛൻ ഒരു മോനെ
അതിനുശേഷം അവര് പല സ്ഥലങ്ങളിലേക്ക് വീട് തൂങ്ങും. അടുത്തടുത്ത കൊല്ലങ്ങളിലൊക്കെ എത്ര സീറ്റ് വണ്ടിയിലോട്ടുണ്ടെങ്കിലും ഞങ്ങൾ വിളിച്ചിട്ടില്ലേ പിന്നെ അല്ല നാം അതവർക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നോണ്ടല്ലേ. അവരുടെ ടൂറൊക്കെ അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ടൂറുകളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. സ്ഥലങ്ങളൊക്കെ ശരിക്കും കണ്ടിട്ടാവണം. സ്നേഹതീരല്ലേ ഇത്, എല്ലാവർക്കും വരാട്ടോ. നല്ല രസാട്ടാ, നല്ല കാറ്റും കൊണ്ട്, കടലിന്റെ കാറ്റ് കൊണ്ടിട്ട് ഉച്ചരിഞ്ഞ് വരാൻ നല്ലൊരു കാലത്ത്. ഇതിപ്പോ ഒരു ഗംഭീരമായൊരു സ്ഥലം എന്ന് പ്രതീക്ഷിച്ചിട്ട് വരരുത് കേട്ടാ. ഇങ്ങനെ ഒരു സ്ഥലം ഗംഭീരമായ സ്ഥലം തന്നെയാണ്. കടലിൽ ഇഷ്ടപ്പെടാത്തവരാരാളെ കടലിൽ എത്ര സമയം നിന്നാലും മതിയാവില്ല. കടലിൽ നോക്കിയിരിക്കാൻ മതിയാവില്ല. നമ്മളേ കടൽ തീരത്ത് നിന്ന് ഇവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മള് വണ്ടിയിൽ നിന്നിട്ട് സരിതനോട് ഞാൻ ഒരു പാട്ട് പഠിക്കുന്നുണ്ട്. ആ പാട്ട് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞൊരു സാധനം അവസാനിക്കും. ജഗുന്റെ വാക്ക് ലഘുവിന് എന്തോ പറയാണ്ടത്. കടലിന്റെ കാറ്റ് ശരിയേട്ടാ. അപ്പൊ ഇവിടെ എന്തോരം നേരം നിന്നാലും മതിയാവില്ല, അങ്ങനത്തെ സ്ഥലം. നമ്മൾ സ്നേഹതീരത്ത് നിന്ന് പോന്നു. കാറിൽ നിന്ന് പാട്ട് പാടാൻ ലേറ്റായി. അപ്പോൾ വീട്ടിൽ വന്ന് കുളിച്ചു, കാര്യങ്ങൾ കഴിഞ്ഞ് എന്നാലും പാട്ട് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സരിതനെ കൊണ്ട് പാട്ട് പഠിക്കുന്നുണ്ടാ. തീരയും തീരവും ചുംബിച്ചുറങ്ങി തരിവളകൾ വീണു കിലുങ്ങി നദിയുടെ നാടം നൂരകളിലൊതുങ്ങി നദിയുടെ നാടം നൂരകളിലൊതുങ്ങി നനഞ്ഞ വികാരങ്ങൾ മയങ്ങി 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 തീരയും തീരവും ചുംബിച്ചുറങ്ങി നീലപ്പൂഞ്ചേലയാ മാറിടം മറച്ചു വേളിക്കസവിട്ട മണവാട്ടി കടലിന്റെ കൈകളാൽ നഖക്ഷതമേൽക്കുമ്പോൾ തീരങ്ങളെ നീ ഓർക്കുമോ? തീരയുടെ വേദന മറക്കുമോ? തീരയും തീരവും ചുംബിച്ചുറങ്ങി പൂമണിക്കാറ്റിന